ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോട്ടോ നമുക്ക് ഇൻഷോട്ടിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോണത്. ആദ്യം നമുക്ക് ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയാം. അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുക, ന്യൂ എടുക്കുക, എന്നിട്ട് അതിൽ കട്ട് ഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോ കിട്ടും. അതിനുശേഷം പിൻട്രസ്റ്റിൽ പോയിട്ട് നല്ല വാൾപേപ്പേഴ്സ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പിങ്ക് തീമിലുള്ള വാൾപേപ്പറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഇൻഷോട്ട് എടുക്കുക, ഫോട്ടോ എടുക്കുക, ന്യൂ എടുക്കുക. നമ്മൾ കട്ട് ഔട്ട് ചെയ്ത് വെച്ച ഫോട്ടോ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ റീസൈസ് ചെയ്ത് പ്ലേസ് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ഒരു കട്ട് ഔട്ട് ചെയ്ത് വെച്ച് റീസൈസ് ചെയ്ത് വെച്ച ഈ ഒരു ഫോട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ബ്ലെൻഡിൽ ഓവർലേ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഇങ്ങനെ ഒരു സ്ക്രീനാവും കിട്ടുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ സെയിം ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഈ ബ്ലെൻഡ് ചെയ്ത ഫോട്ടോൻ്റെ മുകളിലായിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഷാഡോ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് നിങ്ങൾ അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പ്രിഫറൻസിൽ എഡിറ്റ് ചെയ്യുക. ഇതുപോലെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സെയിം ക്യാരക്ടറിൻ്റെ കാർട്ടൂൺ പിക്ചർ ഞാൻ ജെമിനിയിൽ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇതിൽ എടുത്തു പറയാൻ എന്താ വെച്ചാൽ ഇതാണ് ഒറിജിനൽ ഫോട്ടോ. ആ ഒരു ഫോട്ടോ ആണ് പിങ്ക് ആസ്തെറ്റിക് തീമിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഒറിജിനൽ ഫോട്ടോയിൽ മുടിയില്ല കേട്ടോ, പക്ഷേ ഈ ഫോട്ടോയിൽ മുടി വന്നത് ജെമിനിയിൽ പോയിട്ടാണ്. അതുപോലെ ഈ കാർട്ടൂൺ ക്യാരക്ടറും കിട്ടിയത് ജെമിനിയിലായിരുന്നു. പിന്നെ ആ ഒരു ഫോട്ടോ ഇത്രയും ഹൈലൈറ്റ് ആവാനുള്ള മെയിൻ കാരണം ഈ ഒരു BG ആയിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോസിനായി ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.